എന്നാണ് ചോദിക്കുന്നത്. അഹ്ലി കിതാബുകാരുടെ വാദം വെച്ചിട്ട് നമ്മളോട് ചോദിക്കുക, ഈ വാദത്തിലായ സമുദായത്തിന്റെ ധൈര്യം എങ്ങനെ ഇത് പച്ചവെള്ളം പറയുക? അത് കുഴപ്പമൊന്നുമില്ല. കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല, വിചരിച്ചാലും കുഴപ്പമില്ല, പെൺവാണികൾ നടത്തിയാലും കുഴപ്പമില്ല, ഓം പൊട്ടിച്ചാലും കുഴപ്പമില്ല, കുട്ടി മരിച്ചാലും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമൊന്നുമില്ല. എന്താ കുഴപ്പം? ഒത്തുനവിയില്ലേ നമ്മളെ രക്ഷപ്പെടുത്താൻ? പിന്നെ നിങ്ങളെന്തിനു പേടിക്കണം എന്നല്ലേ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ അതല്ലേ ഞാനീ പറഞ്ഞ വിഷയങ്ങളൊന്നും പറയാതെ അതൊന്നും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കുഴപ്പമില്ല, പേടിക്കണ്ട, രക്ഷയുണ്ട്, രക്ഷപ്പെടും. തിരുത്തണമെന്നല്ല, നിങ്ങൾ തിരുത്തി പശ്ചാത്തലം എന്നാൽ രക്ഷപ്പെടുന്നല്ല അങ്ങനെ പറയേണ്ടത്. തിരുത്ത്, പശ്ചാത്തലിക്ക്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തിന്മകൾ വരെ അവർ നന്മയാക്കി തീർക്കാമെന്നാക്കിയ അംശങ്ങൾ വേണ്ട, അംശമൊന്നും വേണ്ട. നിങ്ങൾ തിരുത്ത്, തെറ്റാണ് ചെയ്തത്, ഇങ്ങനെ പോവല്ല, ഇത് വ്യാമോഹമാണ്, ഇത് വ്യാമോഹമാണ്, അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. അത്രയും ചീപ്പായിട്ട് സാധനമല്ല ഈ സ്വർഗം. അതുകൊണ്ട് നിങ്ങൾ തിരുത്ത്, ജീവിത വിശുദ്ധി കൈവരിക്കുക, ആദർശം മുറുകെ പിടിക്കുക, അത് ജീവിക്കുക. അങ്ങനെ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ എവിടെ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾ തിരുത്ത്, സംഭവിച്ച പശ്ചാത്തലങ്ങൾക്ക്. എങ്കിൽ നിങ്ങളുടെ തിന്മകളെല്ലാം നന്മയാക്കി മാറ്റിത്തരും. സംഭവിച്ച തിന്മയൊക്കെ നന്മയായി മാറി കിട്ടിയാലോ ആ നന്മകളുടെ ബലത്തിൽ സ്വർഗത്തിലേക്ക് പോകാം. അങ്ങനെ ചെയ്യുന്നു പറയൂല, അങ്ങനെ ചെയ്യുന്നു പറയാൻ ആരാ ഉള്ളത് കൂട്ടരെ ഈ സമൂഹത്തിൽ? മിണ്ടൂലല്ലോ. സമുദായ ബലമിണ്ടലും മിണ്ടിയോ? എന്തെല്ലാം നടക്കുന്നു ഇവിടെ? എന്തേ ആരും മിണ്ടാത്തത്? ഇമാമികൾ മരിച്ചു പോയോ? സംഘടനകൾ ചത്തുപോയോ? ഇല്ലല്ലോ. ആരും മാനുഷ്യാന്ന് പറയാത്ത അരുത് എന്ന് പറയാൻ ആളില്ലാതെ പോയത് കൊണ്ടാ. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. നമ്മൾ പള്ളിയിൽ വരണം, നിങ്ങൾ സ്വലാത്തിൽ പങ്കെടുക്കണം, ദിക്റിൽ പങ്കെടുക്കണം, സംഭാവന തരണം, നമ്മളൊക്കെ നിങ്ങൾ ബഹുമാനിക്കണം, നമ്മളൊക്കെ വിളിച്ചാൽ നിങ്ങൾ അവിടെ വന്നിട്ടിരിക്കണം, ഇതിൽ പരിപാടി ഉദ്ഘാടിക്കണം, നമുക്ക് ചോദിച്ചാൽ നിങ്ങൾ സ്ഥാപനവും കാര്യവും തരണം. വേറെ കുഴപ്പമൊന്നുമില്ല, വേറൊന്നും പറയാനില്ല. ആരും മതസംഘടനക്കാർ, ഇമാമികൾ, മതപണ്ഡിതന്മാർ, വേറൊന്നും പറയാനില്ല. കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ തന്നെയല്ലേ രക്ഷപ്പെടും. എന്നിട്ട് അനുഗ്രഹം നൽകി ഉടല അനുഗ്രഹം വാങ്ങാൻ പോക്കുണ്ട്. രക്ഷ പ്രഖ്യാപിച്ചിരിക്കുക, അനുഗ്രഹം വാങ്ങാൻ പോക്ക് കാണാം. അനുഗ്രഹം കൊടുത്ത ആ സമയം രക്ഷപ്പെടുന്ന എന്ത് അതാവാണ് ഉടനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പൊ അതാ പറയാ, ഈ വ്യാമോഹം അതാണ് അവരെ പഠിച്ചത്. അതെന്തിനാ നമ്മളെ പഠിപ്പിക്കുന്നത്? അങ്ങനെ വ്യാമോഹം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ശരിക്കും ഉറച്ച് വിശ്വസിച്ചോ, കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വിശ്വസിച്ചോ. കാരണം അവരിങ്ങനെ ന്യായം പറഞ്ഞവരാ. ഇല്ല അയ്യാൻ മാറുക. നമ്മൾ കുറച്ച് ദിവസം നരകത്ത് കിടക്കേണ്ടി വരും, കുറച്ച് നാളെ നരകത്ത് കിടക്കേണ്ടി വരും എന്നവര് ന്യായം പറഞ്ഞിട്ട് അവർക്ക് അള്ളാഹുവിന്റെ നരകം പോലും ഭയമില്ലാതെ അള്ളാഹുവിന്റെ ദീനിന്റെ ആളുകളായി നിന്നുകൊണ്ട് അള്ളാഹിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് ഈ വൃത്തികേട് കാണിക്കാൻ അവർക്ക് ധൈര്യം കിട്ടുക. അതുകൊണ്ടാ. എന്നാൽ സംഭവിച്ചതോ അവരുടെ ദീനിൽ അവർ വഞ്ചിതരായിരിക്കുകയാണ്. അവർ സ്വയം കെട്ടിച്ചമച്ച ഈ വ്യാമോഹത്തിന്റെ പേരിൽ ഇതൊരു കെട്ടിച്ചമച്ച വാദ. അള്ളാഹ് അങ്ങനെ നിങ്ങളെ കുറച്ച് നരകത്തിലിട്ട് പിന്നെ സ്വർഗത്തിലാക്കുന്നില്ല. നിങ്ങൾ അറിഞ്ഞിട്ട് നിഷേധിച്ചാൽ നിങ്ങളാണ് പ്രധാനപ്പെട്ട കുറ്റവാളികൾ. നിങ്ങൾക്കാണ് കടുത്ത ശിക്ഷ, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിഷേധിക്കുന്ന നിങ്ങൾ ഒന്നാം നമ്പർ കുറ്റവാളികളാണ്. അതുകൊണ്ട് അവരെ വഞ്ചിച്ചിരിക്കുന്നു. ഈ വർത്തമാനം പറയുന്ന ആൾക്കാർ നമ്മൾ ആൾക്കാരെ രക്ഷപ്പെടും എന്ന് പറയുന്നവരോട് അവരെ വഞ്ചിച്ചിരിക്കുന്നു. ആര് വഞ്ചിച്ചു? അവരുടെ ദീനിന്റെ കാര്യത്തിൽ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ വ്യാമോഹങ്ങൾ, അവരുടെ സ്വയംകൃത വിശ്വാസ മോഹങ്ങൾ, സ്വയംകൃത വിശ്വാസ അവരുടെ സ്വയംകൃത വിശ്വാസ മോഹങ്ങൾ, അവർ കെട്ടിച്ചമച്ച വ്യാമോഹങ്ങൾ അവർ വഞ്ചിച്ചിരിക്കുന്നു. എന്താ ഈ വ്യാമോഹം? നമ്മളൊക്കെ എന്താ സ്വർഗത്തിലാകുന്നേ? നമ്മളൊക്കെ മീമാണല്ലോ. നമ്മൾ സ്വർഗത്തിൽ, മറ്റവരോ അവരുടെ നരകത്തിൽ എന്ന രീതിയിലുള്ള വ്യാമോഹം ഉണ്ടല്ലോ. ആ വ്യാമോഹം വേണ്ട, ആ വ്യാമോഹം വേണ്ട. നിങ്ങളുടെ മുൻഗാമികൾക്ക് ഈ വ്യാമോഹമാണ് അവരെ പഠിച്ചത്. നിങ്ങളും ഈ വ്യാമോഹത്തിലൂടെ തോന്നിയാസം ചെയ്യേണ്ട, മാന്യമായി ജീവിക്കുക, ആദർശം ഉൾക്കൊണ്ട് ജീവിത വിശുദ്ധി കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നോക്കുക എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ടത് വ്യാമോഹമാണ്. അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കണ്ട. അടുത്തായി എന്നിട്ട് അള്ള നമ്മോട് ഭാവനയിൽ കാണാൻ പറയാം. ഭാവനയിൽ കാണാൻ എങ്ങനെയുണ്ടാകും ആ രംഗം? ഏത് രംഗം? നാം അവരെ ഒരുമിച്ച് കൂട്ടുന്ന നാള്. ഒരു ദിവസത്തിന് വേണ്ടി നാം അവരെ ഒരുമിച്ച് കൂട്ടും. ഒരു
കൊടുക്കാതെ തരും. എന്നിട്ടോ എന്ത് തരും? നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലം, നിങ്ങൾ ചെയ്തതിന്റെ ഫലം പൂർത്തിയാക്കി തരും. ആ തരുന്ന കാര്യത്തിൽ ഒട്ടും കുറവ് വരുത്തില്ല. പൂർത്തിയാക്കി തരുന്നു പറഞ്ഞ് പിന്നെയും പറയാം, പൂർത്തിയാക്കി തരുന്ന പൂർത്തിയാക്കിയ പിന്നെന്താണ്? അതിൽ അവരോട് ഒട്ടും അന്യായം കാണിക്കൂല, കൊടുക്കുന്ന കാര്യത്തിൽ അനീതി കാണിക്കൂല. നീതിപൂർവ്വം നിങ്ങൾ ചെയ്തതിന്റെ അണുമണിത്തൂക്കം തരും ഉണ്ടെങ്കിൽ ഒട്ടും പറക്കൂല. അതാണ് ഇത്തിരി നന്മ അണുമണിത്തൂക്കണ്ടോ അത് കിട്ടും. ഇത്തിരി തിരുമണ്ടാവും. അപ്പൊ അണുമണിത്തൂക്കം കടുകീട തെറ്റാതെ നിങ്ങൾ ചെയ്തതിനെ അനുഭവിപ്പിച്ചിട്ടേ വിടൂ. ഇതൊരുമല്ലാത്ത വർത്താനൊന്നുമില്ല. നമ്മളെത്ര ഭയപ്പെടണം? അണുമണിത്തൂക്കം അണുകിട കടുകിട തെറ്റാതെ തിന്നിട്ടേ വിടൂ. അങ്ങനെ രക്ഷപ്പെടുത്തി വിചാരിക്കണ്ട. ചെയ്തോ അനുഭവിച്ചേ പറ്റൂ. ചെയ്തത് അനുഭവിച്ചുകൊണ്ടിരിക്കും ഇഹലോകത്തും പരലോകത്തും. അതിനാ പറഞ്ഞു കഴിയില്ല. ചെയ്യുമ്പോ നോക്കണം. ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കും. കാലത്തിന് മാത്രം പ്രശ്നം ഉണ്ടാവൂ. അതാ വിഷയം. ചരിത്രം തെളിവല്ലേ? എന്നൊക്കെ തെളിവല്ലേ? ഫറോ എത്ര കാലം ചെയ്തു? സമയമായപ്പോൾ രക്ഷപ്പെട്ടോ? ഇഹലോകത്തിന്റെ നിന്ദനായില്ലേ? പരലോകത്തെ കാര്യം പറയണം. മുസ്ലിം മുബാറക് എത്ര ചെയ്തു? ആരെങ്കിലും കരുതിയോ? ഇങ്ങനെ സംഭവിക്കുന്നു ഇല്ലേ? ഇപ്പൊ അറബി തമ്പുരാക്കന്മാരെ പേടിക്കാം. ഒമാനിൽ തുടങ്ങി, ബഹ്റൈനിൽ തുടങ്ങി, കുവൈറ്റിലേക്ക് വരും, സൗദിയിലേക്ക് വരും, മാറും. നിർവൃത്തിലെ ഓടേണ്ടി വരും. ജൈവന്മാർക്ക് പിന്തുണയും അവസാനം പാടിയവർ നാണങ്ങളും. അതന്നെ വിഷയം. സമയത്തിന്റെ പ്രശ്നം ചെയ്ത് അനുഭവിക്കും. സ്വയം കൃതാനർത്ഥം അവനവൻ ചെയ്ത് അനുഭവിച്ചേ പറ്റൂ. കാലത്തിന്റെ മാത്രം പ്രശ്നം ഉണ്ടാവുള്ളൂ. സമയം ആകാൻ കുറിച്ച് കഴിയില്ല. പന്ത കൊടുത്ത് അവരെ പോകും. പിന്നെ തടുക്കാൻ ആർക്ക് കഴിയും? ആർക്ക് തടയാനിപ്പോ? നാണം കെട്ട് ഇസ്ലാമിന്റെ പേരിൽ ഭരിക്കുന്നവർ ഇറങ്ങി ഓടില്ലേ? നിങ്ങളത് ഭാവനയുണ്ട്. നമുക്ക് നാണക്കേടിന്റെ അറ്റം ഇത്തിരി നാണവന്മാരെ പഠിക്കുന്നു. വിശ്വാസികളാകും അന്യായം ചെയ്തവൻ അധികാരത്തിൽ പുറന്തപ്പെടും. അധിക കാലത്ത് തുടരാൻ പറ്റില്ല. അവൻ ചെയ്ത പരാജയത്തിൽ നിന്ദനായിട്ട് ഓടേണ്ടി വരും. ഭരണത്തിൽ നിന്ന്, രാഷ്ട്രീയത്തിൽ നിന്ന് ഓടേണ്ടി വരും. സമുദായത്തിന് മേൽപ്പാടിയിൽ ഓടേണ്ടി വരും. നീതി നടപ്പാക്കുന്ന സമയം വരുമ്പോ അവരിറങ്ങി ഓടും. അല്ലാത്തവർ നീതിമാന്മാർ രംഗത്ത് വരും. അതിന് കാലത്തിന്റെ മാത്രം പ്രശ്നം. അതുവരെ ഈ വാലിയോളം വന്ന് നടന്നു. പിന്നെ അനങ്ങാൻ പറ്റില്ല. സമുദായ സമൂഹം ഒന്നടങ്കം തിരിയും. അതാണ് സംഭവിക്കുക. അത് സംഭവിക്കും. വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഒരു നാട് വരും. ഇവിടെയും നിങ്ങൾ ചെയ്ത ഫലം അനുഭവിക്കും, അവിടെയും അനുഭവിക്കും. ഇപ്പൊ അവിടുത്തെ കാര്യം പറയാം. പൂർണ്ണമായിട്ട് നൽകും. അവിടെ വെച്ച് പൂർണ്ണമായിട്ട് നൽകും. ഒട്ടും കുറവ് വരില്ല. അതാണ് വേറെ സുഹൃത്ത് സുമർന്ന് പറയുന്നുണ്ട്. ഗ്രന്ഥങ്ങൾ ഹാജരാക്കപ്പെടും. കർമ്മരേഖ പ്രവാചകന്മാരെ കൊണ്ടുവരും, ശുഹദാക്കളെ കൊണ്ടുവരും. അങ്ങനെ ആ മുഖത്തട്ടിലെ മാന്യന്മാർ മുതൽ ഈ താഴത്തിലെ വൃത്തികെട്ടന്മാർ വരെ ഹാജരാക്കപ്പെടും. എല്ലാവരും ഹാജരാക്കപ്പെടുന്ന. എന്നിട്ടോ നീതിപൂർവ്വം കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും. നീതിപൂർവ്വം കാര്യങ്ങൾ സത്യത്തോടുകൂടി കാര്യങ്ങൾ കൽപ്പിക്കപ്പെടും. പുതിയ ഒട്ടും അനീതി കാണിക്കൂല. അവിടെ പൂർണ്ണമായ നീതി. അതാണ് പരലോകം. പൂർണ്ണമായ നീതി അവിടെ സംഭവിക്കൂ. എന്നിട്ട് പിന്നെ ഓരോരുത്തരും അവൻ പ്രവർത്തിച്ചതിന് പൂർത്തിയാക്കി കൊടുക്കും. അവൻ എന്തൊക്കെ ചെയ്ത് നന്നായിട്ട് അറിഞ്ഞവൻ അമ്മയാണ്. അതുകൊണ്ട് അന്ന് ശരിക്കും ചെയ്തതൊക്കെ പൂർത്തിയാക്കി കൊടുക്കും. അവൻ പൂർത്തിയാക്കി തന്നെ കൊടുക്കും. അത് അനുഭവിക്കാതെ പോവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ ടീമാണ്, അള്ളാന്റെ ടീമിന്റെ ആൾക്കാരാണ്. ഉമ്മത്ത് മുസ്ലിമാണ്. നമ്മളെന്താണ് സുഖത്ത് തന്നെ. ബാക്കിയുള്ള കാര്യമാണ് കട്ടപ്പുക എന്നും പറഞ്ഞ് നടക്കേണ്ട വ്യാമോഹ. ചെയ്തത് അനുഭവിക്കാതെ നിങ്ങൾ ആരും രക്ഷപ്പെടുത്തി വിചാരിക്കേണ്ട. വിശുദ്ധ ഖുർആൻ അടുത്തായത്. അതുകൊണ്ട് പ്രവാചകരെ പ്രാർത്ഥിക്കും. നമ്മളിപ്പോ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന മുസ്ലിം മുബാറക് ഒമാൻ വരെ നിൽക്കുന്ന കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കണം. എന്നാ പ്രാർത്ഥിക്കേണ്ടത്? പ്രവാചകരെ പ്രാർത്ഥിക്കുക. നമ്മളോട് പറയാം, അല്ലാഹുവേ മാലികൽ മുൽക്ക്, അധികാരത്തിന്റെ ഏറ്റവും ഉടമസ്ഥനായ രാജാവേ. മാലികൽ മുൽക്ക് എല്ലാ അധികാരങ്ങളുടെയും അധികാരം
അധികാരത്തിന്റെ എല്ലാം മുമ്പിൽ അധികാരത്തിനുണ്ട്. എന്റെ കയ്യിൽ എന്റെ കുടുംബത്തിന്റെ അധികാരം, അതാണ് എന്റെ കയ്യിലുള്ളൂ. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അധികാരം. പിന്നെ ഇവിടെയുള്ള അധികാരി വർഗത്തിന്റെ കയ്യിലെ അധികാരം, അത് വാർഡ് പ്രസ്ഥാനത്തിലാവട്ടെ, രാജ്യത്തിന്റെ ഉത്തുന്ന തലത്തിലാവട്ടെ, രാഷ്ട്രങ്ങളെ കൈവശം വെക്കുന്ന അധികാരികളായ ഏകാധിപതികളും സ്വേച്ഛാധിപതികളുമാണ് അധികാരം. കാരണം അവരൊക്കെ തന്നെ പറഞ്ഞത് മാലിക്കൽ മുൽക്ക്, നമ്മുടെ കയ്യിലെല്ലാമുള്ള ഈ അധികാരത്തിന്റെ എല്ലാം ഒരു അധികാരത്തിനുണ്ട്. ആരാണത്? അല്ലയാണവൻ, മറക്കണ്ട. അവനാണ് തരുന്നത് നീക്കുന്നതൊക്കെ. അതുകൊണ്ട് സകല അധികാരങ്ങളുടെയും ഉടമസ്ഥനായ അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു. അധികാരത്തിന്റെ കാര്യം പക്കാ രാഷ്ട്രീയം വെച്ചോ, പക്കാ രാഷ്ട്രീയം അതൊക്കെ കേൾക്കുമ്പോഴേ തന്നെ ഹറാമ് കേട്ടതുപോലെ. ഹറാമ് കേട്ടാൽ പ്രശ്നം കേട്ടോ, കണ്ട് മുമ്പിൽ വെച്ചാൽ നമ്മുടെ ആളുകൾ കുഴപ്പമുണ്ടാവും. പക്ഷെ രാഷ്ട്രീയം കേട്ടാൽ അള്ളാഹ് ഇസ്ലാമിന് പുറത്തല്ലേ പറയുന്നത്. ഹറാം എന്ന ഭാവനയാണിപ്പോ, അതൊന്നും കിട്ടാൻ പാടില്ല. ശുദ്ധ ഹറാമിനോട് അറപ്പില്ല, പക്ഷെ ഇസ്ലാമിന്റെ കൃത്യമായ വ്യവസ്ഥയോട് ഭയങ്കര അറപ്പ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, വല്ലാത്ത ഹൈജാനിമ നമുക്ക് പറ്റിയത്. ശുദ്ധ ഹറാമിനോട് വെറുപ്പില്ല. നിർമ്മാണിമായിരുന്നാലും മദ്യപാനായിരുന്നാലും വിചാരായിരുന്നാലും കുഴപ്പമില്ല. കുട്ടിപ്പിടുത്തോ സ്വജനപക്ഷപാതിത്വോ അധികാരം ഉപയോഗപ്പെടുത്തി മറ്റവനെ തീറ്റലോ ഉണ്ടലോ അതൊന്നും പ്രശ്നമില്ല. ആ ഹറാമൊന്നും ഇയാൾക്ക് ഒരു അലർജിയില്ല. പക്ഷേ ഇസ്ലാമിന്റെ സമഗ്രമായ സമ്പൂർണമായ ഭാവം അധികാരം ഉൾപ്പെടുന്ന ഇസ്ലാമിന്റെ ക്രമത്തെപ്പറ്റി മിണ്ടിയാൽ അത് ഹറാം കേട്ടതുപോലെ. എങ്ങനെ? കാരണന്മാർ പറയും, ബാങ്ക് കേട്ട പിശാചിനെ പറയും. ഞാൻ ചൊല്ലില്ലേ, ബാങ്ക് കേട്ട പിശാച് ഓടുന്നല്ലേ? അതുപോലെ ഇത് കേട്ടാൽ പിന്നെ ഇരിക്കപ്പുറത്ത് കിട്ടൂല, ഇമാം രാഷ്ട്രീയം പറഞ്ഞൊക്കെ പറഞ്ഞാലേ. എന്നാൽ ശുദ്ധ ഹറാമിനെ കേട്ടാലും കുഴപ്പമില്ല, കണ്ടാലും കുഴപ്പമില്ല, കൊണ്ടാലും കുഴപ്പമില്ല. അത്രയും ഉളുപ്പില്ല ഇമാം. ഈ സമുദായത്തിൽ എങ്ങനെ ഒന്നുമില്ല. അല്ല പറയാ, എല്ലാ അധികാരത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരം എടുത്തു നീക്കുന്നു. ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? എഴുതിയിരുന്നവന്റെ തോളത്ത് മാറാപ്പ് കേൾക്കുന്നതും ഭവാൻ എന്നല്ലേ കവിത വാക്യം. എനിക്ക് കവിത അല്ലാതെ അറിയില്ല. എന്തെന്നാ വാക്യം? മലയാളം ഞങ്ങൾക്ക് അറിവ് പഠിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ മലയാളം അറിവ് പഠിച്ചിട്ടുണ്ട്, മലയാളം തന്നെ പഠിച്ചില്ല. എന്തെന്നാ കളിവാക്യം? അറിയില്ലാതായി പോയോ? ഞാൻ മലയാളത്തിനെ പറ്റിയ പ്രതീക്ഷ മലയാളക്കാരിൽ അധികാരത്തിലിരിക്കുന്നവന്റെ ആശയം വരെ, അധികാരത്തിലിരിക്കുന്നവന്റെ തോളത്ത് മാറാപ്പ് കേൾക്കുന്നതും അള്ളാഹ്. അതാണ് നമ്മുടെ